തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ കാർ കനാലിലേക്ക് വീണ് അപകടം. 5 വയസ്സുകാരി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. 25 അടി താഴ്ചയിലേക്കാണ് കാർ മറിഞ്ഞത്. ഒരു രാത്രിയോടുകൂടിയാണ് ഈ വാഹന അപകടം ഉണ്ടായത്. ഇതിൽ സഞ്ചരിച്ചിരുന്ന 3 പേരാണ് സഞ്ചരിച്ചിരുന്നത്. ഭാര്യയും ഭർത്താവും കുഞ്ഞും അടങ്ങുന്ന കുടുംബം. ഇപ്പോൾ വലിയ പരിക്കുകളൊന്നുമില്ല, ഹോസ്പിറ്റലിലാണെന്നാണ് അറിഞ്ഞത്. ഇത് പുള്ളിക്കാരൻ സ്ഥിരം വരുന്ന റൂട്ടല്ല. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ അറിയില്ലായിരിക്കും. ഇവിടെ വന്നു അപകടത്തിൽപ്പെടുകയാണ് ചെയ്തത്. ആനന്ദകൃഷ്ണൻ വിവരങ്ങൾ നൽകാൻ. അനന്തൻ, മലയോര മേഖലയാണോ? ഈ കാറിന്റെ കിടപ്പ് കണ്ടു കഴിഞ്ഞാൽ ആശങ്കയുണ്ട്, പക്ഷേ ആരോഗ്യത്തിൽ പരിക്കേറ്റവർക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് ആശ്വാസമാണ്. വിവരങ്ങൾ പ്രജീഷ്, നെയ്യാറ്റിൻകര പുന്നക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇന്നലെ രാത്രി 8:30ക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ അപകടത്തിൻ്റെ കാര്യം പറയുന്നതിന് മുൻപ് പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ടത്, മഴക്കാലമാണ്. പ്രധാന റോഡുകളിൽ നിന്ന് മാറി എളുപ്പ വഴി നോക്കി ഗ്രാമീണ റോഡുകളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ആ റോഡൊക്കെ അപകടാവസ്ഥയിലാകും. അങ്ങനെ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനൊരു ഉദാഹരണം കൂടിയാണ് നെയ്യാറ്റിൻകരയിൽ ഇന്നലെ നടന്ന അപകടം. ദേശീയപാതയിലൂടെ അല്ലെങ്കിൽ പ്രധാന പാതയിലൂടെയാണ് ഈ കാറിൽ സഞ്ചരിച്ചിരുന്നവർ വന്നത്. പക്ഷേ അവർ വന്ന റോഡ് മോശമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവർ വഴിമാറി മറ്റൊരു റോഡിൽ, ഈ കനാലിൻ്റെ സൈഡിൽ കൂടെയുള്ള റോഡ് വഴി സഞ്ചരിച്ചത്. ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥനായ ജയേഷും ഭാര്യ അഷ്ടമി 5 വയസ്സായ മകളുമാണ് കാറിലുണ്ടായിരുന്നത്. ബന്ധുവീട്ടിൽ പോയി തിരുവനന്തപുരം നഗരത്തിലേക്ക് മടങ്ങി വരികയായിരുന്നു. ഇവർ ഈ കനാൽ റോഡിൽ പ്രവേശിക്കുമ്പോൾ ആ റോഡിൻ്റെ ഒരു വശം ഇടിഞ്ഞ് ഇരിക്കുകയായിരുന്നു. നെയ്യാർ കനാലാണ്. ആ കനാലിൽ 25 അടി താഴ്ചയിലേക്ക് ഈ കാർ മറിയുകയായിരുന്നു. അത്ഭുതകരമായി 3 പേരും രക്ഷപ്പെട്ടു. അപകടത്തിൻ്റെ ശബ്ദം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ ഉടൻ തന്നെ ഇവരെ പുറത്തെടുക്കുകയും ചെയ്തു. ആർക്കും വലിയ പരിക്കുകളില്ല, നേരിയ പരിക്കുകൾ മാത്രമാണുള്ളത്. അത്ഭുതകരമായി അവരെ രക്ഷപ്പെടുത്തി എടുക്കാൻ സാധിച്ചു. വലിയ അപകടം എന്ന് തോന്നിക്കാവുന്ന സ്ഥിതിയിലാണ് കാറിൻ്റെ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. പക്ഷേ ആർക്കും പരിക്കുകളൊന്നും കാര്യമായിട്ടില്ല. അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അവരെ ആശുപത്രിയിൽ കൊണ്ടുപോയി പ്രാഥമിക ചികിത്സ നൽകി വിട്ടയച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയോടെയാണ് ഈ അപകടം ഉണ്ടാകുന്നത്.